ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, നമ്മൾ സുഖമായിരിക്കുന്നു. അപ്പോൾ രാവിലെ എഴുന്നേറ്റ ഉടനെ ഉമ്മക്ക് ഇന്ന് എവിടെ ഒരു സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലത്തെ ജോലി ഉമ്മ ചെയ്ത് വെച്ചിട്ടാണ് പോയത്. ഉച്ചയ്ക്ക് പിന്നെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മീൻ വീട്ടിൽ കിട്ടിയായിരുന്നേ. അപ്പോൾ അത് വെച്ചിട്ട് ഹനീദ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ആദ്യം മീൻ ബിരിയാണി വെക്കാമെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു വേണ്ട, ഉമ്മ ഇല്ലല്ലോ, അപ്പോൾ നമുക്ക് എന്താ കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് സാരമില്ലല്ലോ, ഉമ്മയുടെ പരാതി കേൾക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അടുത്ത എൻ്റെ ആ ജോലിയിലേക്ക് തുടങ്ങി. ആദ്യം നമ്മൾ അതിൻ്റെ കുറേ ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതായത് റോസ്റ്റ് ചെയ്യാനുള്ളത് കുറച്ച് മല്ലി, നമ്മൾ ചെറിയ ജീരകം, പിന്നെ എന്താ പറയുക, ഗ്രാമ്പു, പട്ട, ഏലക്ക, കുരുമുളക്, പിന്നെ ഇതൊക്കെ ഒന്ന് ഇതായി വന്നതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കുറച്ചിടണം. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ അതായത് ഏലക്ക, കുരുമുളക് ഇതൊക്കെ പൊടിപ്പിച്ച് വെച്ചതാണ്. അപ്പം ഞാൻ അതൊക്കെ നമ്മുടെ ഈ മല്ലി ഇതൊക്കെ കുറച്ച് നമ്മൾ പൊട്ടുന്ന പരുവാകുമ്പോഴത്തേക്കും നോക്കുമല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ഏലക്കയും എന്താ പറയുക കുരുമുളക്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അതും ഇട്ടൊന്ന് നമ്മൾ ജസ്റ്റ് ഒരു മണം വരും. അതിനൊരു മണവും പച്ച മണമൊക്കെ മാറിയതിൻ്റെ ഒരു ഇത് തോന്നുമല്ലോ. അതുവരെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് അത് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. അത് നമുക്ക് ഒരു മണം, വെറൈറ്റി മണം തോന്നുമ്പോഴത്തേക്കും അത് മാറ്റി നമുക്ക് എന്ത് ചെയ്യണം, അത് അടുത്ത മിക്സിയിലോട്ട് മാറ്റി അത് നമുക്ക് കുറച്ച് ക്രഷ് ചെയ്തെടുക്കണം. അടിച്ചെടുത്തതിന് അത് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ അടിച്ചെടുക്കേണ്ടത്. അല്ലെങ്കിൽ അത് ഫുള്ളും നമ്മളെ മുഖത്തേക്ക് തെറിച്ച് ചിലപ്പം എന്തെങ്കിലും പറ്റിപ്പോവായിരിക്കും. അതുകൊണ്ട് ചൂട് മാറ്റിയതിന് ശേഷം അടിച്ചെടുത്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫിഷൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കണം. അതിൽ പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു, സാരമില്ല. പിന്നെ കുറച്ച് നമ്മുടെ മാഗി ക്യൂബും നമ്മളിപ്പോൾ അടിച്ച് വെച്ചില്ലേ ആ സ്പൈസസ്, അതും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പിന്നെ അതിന് മുമ്പായിട്ട് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു, അരി കഴുകി വെള്ളത്തിൽ കുറച്ച് നേരം അതും മാറ്റി റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് അതിൽ കുറച്ച് സവാള, കുറച്ച് എണ്ണ ഒഴിക്കണം. പിന്നെ അതിൽ കുറച്ച് സ്പൈസ്, അതായത് നമുക്ക് ഈ കറുകപ്പട്ട, ഏലക്ക അതൊക്കെ ഇട്ടിട്ട്, ഗ്രാമ്പൂ, പിന്നെ അതിലൊരു ബേ ലീഫ് പോലത്തെ ഒരു സംഭവമുണ്ട്, അതൊക്കെ ഇട്ട് കുറച്ച് നമ്മൾ വീണ്ടും കുറച്ച് എണ്ണയിലിട്ട് വഴിച്ചതിന് ശേഷം സവാള ഇട്ട്, അതിന് ശേഷം തക്കാളി ഇട്ടു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, ആവശ്യത്തിന് ഉപ്പ്. അത് സവാള പെട്ടെന്ന് നമുക്ക് ഒരു വെന്ത പരുവാവാനായിട്ടായി നമുക്ക് കുറച്ച് ഉപ്പിടേണ്ടി വരും. അപ്പോൾ ഉപ്പിട്ടിട്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് എപ്പോഴും. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. പിന്നെ നമുക്ക് ഇതിൽ നാരങ്ങ, മറ്റേ ഉണക്ക നാരങ്ങ, അത് നമുക്ക് ഇടണം. ഇത് മന്തിയുടെ വേറൊരു ഫ്ലേവറാണ്. കഴിക്കുമ്പം അത് മസാല ഇടുന്നത് കൊണ്ട് അതൊരു ടേസ്റ്റാണ്. പിന്നെ നമ്മൾ ആ പൊടിച്ച് വെച്ചിരുന്ന ആ മസാല ഉണ്ടല്ലോ, അതും കൂടെ ഇട്ട്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇടണം. ഇതൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ ആവശ്യത്തിന് നമ്മൾ അരി എടുത്തതിൻ്റെ പാകമൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അതിന് വെള്ളം കണക്കായിട്ട് ഒഴിക്കണം. ഒഴിച്ചതിന് ശേഷം അതിൽ കുറച്ചുകൂടെ ഉപ്പിട്ട് അതൊക്കെ പിന്നെ കുറച്ച് തിള വരുന്നവരെ അടച്ച് വെച്ചായിരുന്നു. അതിന് ശേഷം എന്ത് ചെയ്തു, അത് തിള വന്നു. നല്ല വൃത്തിയായിട്ടൊന്ന്, ഒരുപാട് വേവാൻ പാടില്ല, ഒരു 70% വെന്ത് കിട്ടിയാൽ മതി. ബാക്കിയുള്ള ശതമാനം ആ കുക്കറിൽ നമ്മൾ മീനിന് വേവിച്ചിട്ടില്ല. ആ മീനിന് ചിക്കനായാലും നമ്മൾ കുക്കറിൽ ഇട്ടിട്ട് ആ ചിക്കനും മീനൊക്കെ വേവിക്കുന്നതന്നെ. അപ്പം അതൊക്കെ ഇട്ട് നമ്മൾ ചോറും കുക്കറിൽ മീതാക്കി അടിയിൽ മീനും വെച്ചിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, എനിക്കൊരു സംശയമായിരുന്നു, ചിലപ്പോൾ വെന്തില്ലെങ്കിലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ 2 വിസിൽ വരുന്നവരെ കുക്കർ വെച്ചായിരുന്നു. അപ്പം അടുക്കി പിടിച്ച്, അത് മീനൊക്കെ അടുക്കി പിടിച്ച് എല്ലാം മീൻ കിട്ടിയില്ല. പക്ഷേ ചോറും ആ മസാലയൊക്കെ കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റായിരുന്നു. അത് ഒരു വെറൈറ്റി ടേസ്റ്റാണ്. പിന്നെ ഇത് കാണുന്നവർക്ക് എന്താണെന്ന് അറിയത്തില്ല, പക്ഷേ ഞങ്ങൾക്കും ഫസ്റ്റ് ടൈം വെറൈറ്റി ആയതുകൊണ്ട് അത് കുഴപ്പമില്ലയെന്ന് തോന്നി. പിള്ളേർക്കൊക്കെ പിന്നെ റിവ്യൂ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞായിരുന്നു നന്നായിട്ടുണ്ടെന്ന്. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ.